ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. ഒക്കെ ഒരാളോട് തുറന്നു പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനം. ഇനി ഇനി അബിക്ക് വേണ്ടി ഞാൻ കരയില്ല. അബി എനിക്കിനി ആരുമല്ല. ഞാനിനി പുതിയ സുഖയായിരിക്കും. നല്ല തലവേദനയുണ്ടല്ലോ. ഇവിടെ വന്നിരുന്ന് മഞ്ഞുകൊണ്ട് തലവേദന കൂടത്തേ ഉള്ളൂ. താൻ അകത്ത് വന്ന് കിടക്കാൻ നോക്ക്. റാം, താൻ ഉറങ്ങിയില്ലേ? ഞാൻ കാരണം തൻ്റെ ഉറക്കം പോയല്ലേ? ഹേയ് ഇല്ല, താൻ ഇനിയും ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞോണ്ടിരിക്കാനാണോ പ്ലാൻ? ഇല്ല, ഞാനിനി ഒന്നും ആലോചിക്കാൻ പോകുന്നില്ല. ഇനി നിനക്ക് നിൻ്റെ ലൈഫ് നോക്കാം. അവനെന്തായാലും നല്ല സങ്കടമുണ്ട്. അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും എനിക്ക് മനസ്സിലായതാ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ മുന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അബിക്ക് അറിയാതെ പറ്റിയ തെറ്റായിരിക്കും. പക്ഷേ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കേണ്ട കാര്യം ഇനിയില്ല. റാം എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇനി എൻ്റെ ലൈഫിലേക്ക് പോകണമെന്നാണോ? അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം രാധികയുടെ സ്നേഹം എനിക്കറിയാം. താൻ അവനെ 3 വർഷമായിട്ടല്ലേ കാണുന്നത്. രാധിക അവനെ 10 വർഷമായിട്ട് സ്നേഹിക്കുക. എന്തൊക്കെയാണെങ്കിലും അബി ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി താൻ ആർക്ക് വേണ്ടിയും തൻ്റെ ലൈഫ് വേസ്റ്റ് ആക്കരുത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാം അറിഞ്ഞിട്ടും ആ കുട്ടി വീണ്ടും അവന് കല്യാണം കഴിക്കാൻ തയ്യാറായില്ലേ? ആ കുട്ടിയുടെ സ്നേഹം സത്യമായതുകൊണ്ടല്ലേ അതിപ്പോഴും അവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അതെനിക്കറിയാം. അതെ, അവരുടെ ലൈഫ് ജീവിക്കട്ടെ. ചിലപ്പം നിങ്ങളുടെയൊക്കെ ദൈവം അവനെ അവളെ ആയിരിക്കും ഒരുമിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ടായിരിക്കും താനിപ്പോൾ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ തൻ്റെ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ താനൊന്ന് ക്ഷമിച്ചിവിടെ നിൽക്ക്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. തനിക്ക് ഒറ്റപ്പെട്ടൊന്നും തോന്നണ്ട. തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാനല്ലേ. തനിക്ക് എന്തും ഷെയർ ചെയ്യാനൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നെ കണ്ടാൽ മതി. തൽക്കാലം കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. റാം, അന്ന് ശരിക്കും താൻ എന്തുകൊണ്ടാണ് എന്നെ അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചേ? ശരിക്കും അന്ന് ഞാൻ വസുന്ധര ഗ്രൂപ്പിന് ഒരു പണി കൊടുക്കാനായിരുന്നു വന്നത്. പക്ഷേ ശരിക്കുള്ള പണി എനിക്കാണ് കിട്ടിയെന്ന് പറയാം. നീ എൻ്റെ തലയിലായില്ലേ. വഴി പോകുന്നതൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടല്ലേ ഞാൻ തലയിലായത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. ഒരുപാട് ടൈമായി. മാത്രമല്ല നിനക്ക് നല്ല തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞ. പോയി കിടന്ന് ഉറങ്ങിക്കോ. ശരിയാ, ഒരുപാട് നാളത്തേക്ക് ശേഷം ഇന്ന് എനിക്ക് നന്നായിട്ട് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. സുധ, എൻ്റെ ട്രൂ ലവ് നീയാ. പക്ഷേ എൻ്റെ ലൈഫ് നീയല്ല. അത് രാധുവാ. എൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ. അതേപോലെ നിന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത ഞാൻ നിന്നെ സ്നേഹിക്കാനും അർഹയല്ല. ഇതെന്താ നേരം വെളുത്തോ? എന്താ സൗണ്ട്? ഇവള് ഷിവർ ചെയ്യുന്നുണ്ടോ? ഇവൾക്ക് വയ്യേ? നല്ല പനിയുണ്ടല്ലോ. റാം, എനിക്ക് തണുക്കുന്നുണ്ട്. തണുക്കുന്നോ? കണ്ണടച്ചുറങ്ങാൻ പറ്റണേ. ഞാൻ റാമിനെയാണോ കെട്ടിപ്പിടിച്ചുറങ്ങിയ? ഈശ്വര, ഇപ്പം എന്താ ചെയ്യുക? അനു, സുധയും ചന്ദ്രവും എണീറ്റെങ്കിൽ അവരടുത്ത് അമ്പലത്തിൽ പോകുന്ന കാര്യം പറയും. അവരും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പോയില്ലല്ലോ. കുടുംബക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ അത് മോശമല്ലേ? എന്തായാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇവരെ നമ്മൾ കൊണ്ടുപോവുകയല്ലേ. അവരടുത്തൂടെ റെഡിയായി വരാൻ പറ. നീ പോയി. അവരെണീറ്റിട്ടുണ്ടാവില്ല. എണീറ്റെങ്കിൽ ചന്ദ്രേട്ടൻ എന്തായാലും താഴത്തേക്ക് വന്നേനെ. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. എന്തും നോക്കുന്ന കാര്യം അനു പറയുന്നേ? ആഹാ, ഏട്ടത്തി വന്നല്ലോ. അപ്പോൾ ഏട്ടൻ എന്തായാലും എണീറ്റിട്ടുണ്ടാവും. നമ്മൾ അമ്പലത്തിൽ പോകുന്ന കാര്യം പറയാനിരിക്കുകയായിരുന്നു. സുധമോളെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അമ്പലത്തിൽ പോയില്ലല്ലോ. നമുക്കിന്ന് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഇല്ല, സുധ വരുന്നില്ല. നിങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും പൊക്കോ. ചന്ദ്രു, ഞങ്ങളുടെ കൂടെ വിടാൻ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അവളെ കൊണ്ടുവന്നോ. ഞങ്ങൾക്കത് കുഴപ്പമില്ല. അതുകൊണ്ടൊന്നുമല്ല. അവൾക്ക് ഇന്നലെ രാത്രി നല്ല പനിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ. 30 കിലോമീറ്ററോളം ഇല്ലേ കുടുംബക്ഷേത്രത്തിൽ. യാത്ര ചെയ്താൽ ചിലപ്പോൾ കൂടും. മോൾക്ക് പനിയായിരുന്നു, എന്നിട്ടാണോ ഒന്നും പറയാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇപ്പം എങ്ങനെയുണ്ട്? ഇല്ല ആൻറ്റി വിചാരിക്കുന്ന പോലെ സീരിയസ് ഒന്നുമല്ല. അത് ഇന്നലെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. പനിയാണെങ്കിൽ നമുക്ക് പോകണ്ട. പിന്നെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കുമായിട്ട് പോകാം. അതല്ലേ നല്ലതമ്മ.
ഇല്ല, സുധ റെസ്റ്റ് എടുത്തോട്ടെ. നിങ്ങളെല്ലാവരും പോയിട്ട് വാ. ഏട്ടാ, നമ്മളെല്ലാവരും പോകുമ്പോൾ ഏട്ടത്തി ഇവിടെ ഒറ്റയ്ക്കല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നമുക്ക് വേറൊരു ദിവസം പോവാമല്ലോ. അവളെങ്ങനെ ഒറ്റയ്ക്കാവും? അവളുടെ ഹസ്ബൻഡായ ഞാനില്ലേ അവളുടെ കൂടെ? ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം അമ്മ. എന്നാ അബി, നീ എല്ലാവരെയും കൊണ്ടുപോ. ഞാൻ സുധമോളുടെ അടുത്തിരിക്കാം. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? ഹേയ്, എന്താ ആൻറ്റി ഇത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്ന് റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പനിയും തലവേദനയൊക്കെ ഉള്ളൂ. ആൻറ്റി പോയിട്ടോ. ഞങ്ങൾക്കൂടെ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ അടുത്ത് പ്രത്യേകം പറയണോ? അവളെ നോക്കാനായിട്ട് ഇവിടെ ആരും നിൽക്കണ്ട. ഞാനിന്ന് ലീവാ, ഞാൻ നിന്നോളാം. നല്ല ദാഹം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ഇത് കിച്ചണാണോ അതോ ക്ലീനിങ് സെൻ്റർ ആണോ? എല്ലാം നീറ്റ് ക്ലീൻ ആണല്ലോ. കബോർഡിൽ എങ്ങാനും കാണോ ഗ്ലാസ്? എടുക്കാം. சுமை தாங்கும் எந்த கண்மணி என்னை சுடும் பணி உனக்கென மட்டும் வாழும் നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിക്കാൻ. ഇതുവഴി പോയപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നി. അതാ ഞാൻ. അവിടെ പോയിരുന്നു, ഞാൻ എടുത്തോണ്ട് വരാം. എന്തായാലും ഞാനിവിടെ വരെ വന്നില്ലേ, ഇനിയിപ്പോൾ കുടിച്ചിട്ട് പോവാം. വേണ്ട, റാം തന്നെ എടുത്തിട്ട് വന്നാൽ മതി. ഞാനിവിടെ പോയിരിക്കാം. ഇതാ കുടിക്ക്. തനിക്കിപ്പോൾ പനിയും തലവേദനയൊക്കെ കുറവില്ലേ? ഇല്ലെങ്കിൽ പറയണം, ഹോസ്പിറ്റലിൽ പോവാൻ നമുക്ക്. ഹേയ് ഇല്ല, ഇന്നലെ ഷവറിൻ്റെ മുട്ടിൽ കുറേ നേരം ഇരുന്നില്ലേ, അതിൻ്റെതാ. പിന്നെ തലവേദന, അത് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ തനിയെ മാറിക്കോളും. ശരി, എന്നാൽ തന്നെ റെസ്റ്റ് എടുക്ക്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ തനിയെ പോകാൻ നിൽക്കണ്ട, ഞാൻ വന്ന് എടുത്ത് തന്നോളാം. കിച്ചണിലോട്ട് ഒറ്റയ്ക്ക് പോകണ്ടെന്നാ പറഞ്ഞേ. ശരി സാർ. റാം, എന്താ? തൻ്റെ അമ്പലത്തിൽ പോക്ക് ഞാൻ കാരണം മുടങ്ങിപ്പോയോ? തനിക്ക് പോവായിരുന്നില്ലേ? ഞാൻ അമ്പലത്തിൽ പോവാറില്ല. എന്നെ സംരക്ഷിക്കാത്ത ഒരു ദൈവത്തിനെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വർഷങ്ങളായി. അമ്പലത്തിൽ പോവാറില്ലേ? അപ്പോൾ റാമിന് അങ്ങനെ വിശ്വാസങ്ങളൊന്നുമില്ലേ? പിന്നെന്തിനാ അമ്പലത്തിൽ ഉത്സവമൊക്കെ ചെയ്യുന്നത്? അതൊക്കെ എൻ്റെ ഭക്തിയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വിളി കേൾക്കാത്ത ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന ദാനവും പിച്ചയ ഇതൊക്കെ. റാമിന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരാവശ്യം വന്നപ്പോൾ ദൈവവും നിങ്ങൾ എൻ്റെ അടുത്ത് വിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ റാമിൻ്റെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിലും വിഷമ സമയത്തും ദൈവം ആരെങ്കിലും റാമിന് വേണ്ടി വായിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ റാമിന് മനസ്സിലാവാത്തയാണെങ്കിലോ? ഇല്ല, എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്ക്. ദൈവം എൻ്റെ അടുത്ത് ആരും വിട്ടില്ല. ഓരോ വയസ്സ് കൂടുന്തോറും എൻ്റെ വാശിയും കൂടി വന്നു. ഈ ഗതിയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രയത്നം മാത്രമാണ്. റാം, താൻ സുധ റെസ്റ്റ് എടുത്തോ. ഞാൻ ഓഫീസ് റൂമിലുണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അയാൾക്ക് വിഷമമായി കാണും. അയാളോട് അമ്പലത്തിൻ്റെ കാര്യം ചോദിക്കണ്ടായിരുന്നു. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മ്യൂസിക് ആയപ്പോൾ അതും പറ്റുന്നില്ല. എന്താ എനിക്ക് പറ്റിയത്? തലവേദന എടുക്കുന്നുണ്ടല്ലോ. എനിക്ക് ആരുടെ സഹതാപവും വേണ്ട. ഞാൻ എന്നും ഒറ്റയ്ക്ക്. എനിക്കതാ ഇഷ്ടം. റാം എന്ത് ചെയ്യായിരിക്കും? കുറേ നേരമായില്ലേ ഓഫീസ് റൂമിൽ? ഒന്ന് ചെന്ന് നോക്കിയാലോ? ഇവിടെ ഇതായിരുന്നു പരിപാടി. ഇയാൾ കരയാണോ? എന്തു പറ്റി? ഏയ്, ഞാൻ കരയുന്നൊന്നുമില്ല. എന്തിനാ റാം ഇങ്ങനെ ഒരുപാട് കുടിച്ചത്? താൻ ഓക്കെയാണോ? അല്ല, നോട്ട് ഓക്കെ. എന്തു പറ്റി? പോട്ടെ. ഓക്കെ അല്ല, ഞാൻ തൻ്റെ മടിയിലൊന്ന് കിടന്നോട്ടെ. റാം, അത് ഞാനിപ്പോ എന്ത് ചെയ്യണേ? നെറ്റിയൊക്കെ നല്ല ചൂടുണ്ടല്ലോ. പനിയാണോ? ഞാൻ കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ. ഉറങ്ങിക്കോളൂ. ഇയാൾക്ക് ഉള്ളിലെന്തെങ്കിലും സങ്കടങ്ങൾ കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും.
ആയിക്കോട്ടെ കുറച്ച് നേരത്തേക്ക്. വാഴുവിതയമടി ഇനി നിനക്ക് സമാധാനമായില്ലേ ലക്ഷ്മി? അമ്പലത്തിൽ പോയി മനസ്സറിഞ്ഞ് നീ തൊഴുതു പോരെ ഇനി? അല്ല അനു, നീ കുറേ നേരം ഒരുപാട് പ്രാർത്ഥിക്കുന്ന കണ്ടു. എന്താ അത്? എൻ്റെ അടുത്തോടൊന്ന് പറ. അയ്യടാ, പ്രാർത്ഥിച്ച കാര്യം പുറത്ത് പറഞ്ഞാൽ നടക്കില്ല ഏട്ടത്തി, ഞാൻ പറയില്ല. ആഹാ, ഇവർ രണ്ടാളും ഹാളിൽ കിടന്ന് ഉറങ്ങുവാണോ? പനി കുറവുണ്ടോ ഏട്ടാ? ആ, എല്ലാവരും വന്നോ? നിങ്ങളൊക്കെ അമ്പലത്തിൽ നിന്നല്ലേ, ഇപ്പോൾ ഫ്രഷ് ആയിക്കോ. ഞാൻ സുധയെ റൂമിൽ കൊണ്ട് കിടത്തട്ടെ. ആ കുട്ടിക്ക് പനി ഇനി കുറവില്ലേ? അമ്മ ടെൻഷൻ അടിക്കണ്ട. ഏട്ടത്തിയെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, പിന്നെന്താ. അതാ പേട്ടൻ പറഞ്ഞ ശരിയാ, ഏട്ടൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. കണ്ടില്ലേ കയ്യിൽ കോരി എടുത്തോണ്ട് ഓടിയത്? നീഴൽ തേടിടും ആൺമയും നീജം തേടിടും പെൺമയും ഞാനിങ്ങനെയാ ഇവളുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നത്? ഞാനിനി ഒരുപാട് കുടിച്ചോ? സ്വന്തമാ എന്നായുടെ ഗടിയാടി ശേഖരേട്ടാ, നമ്മുടെ ചന്ദ്രൂട്ടൻ ഒരുപാട് മാറിയില്ലേ? ഇപ്പൊ നമ്മളോട് പഴയ പോലെ വഴക്കുണ്ടാക്കുന്നില്ലല്ലോ. ആ, കുറെ മാറ്റങ്ങളൊക്കെ വന്നു. ആ കുട്ടി വന്നുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. തോന്നലല്ല, അങ്ങനെ തന്നെയാ. ആ മോള് വന്നതിന് ശേഷം ചന്ദ്രൂട്ടൻ ഒരുപാട് മാറി. നീ അധികം സന്തോഷിക്കണ്ട. എനിക്കെന്തോ അവര് തമ്മിൽ അങ്ങോട്ട് കണക്ട് ആവാത്ത പോലെ തോന്നുന്നേ. ചിലപ്പോഴൊക്കെ അതെനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതൊരു തോന്നൽ മാത്രമാവണമെന്ന് എൻ്റെ പ്രാർത്ഥന. ആ മോള് നമ്മളെ ചന്ദ്രൂട്ടന് നന്നായിട്ട് ചേരും. പനു, ഏട്ടന് നിന്നോട് ക്ഷമിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ. മോളുടെ അടുത്തുനിന്ന് ഏട്ടൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ദേഷ്യമൊക്കെ മാറി ഏട്ടൻ തന്നെ മോളെ വന്ന് കാണും. അതുവരെയ്ക്ക് നീ ഒന്ന് ക്ഷമിക്കേ. അബി, നീ എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ കരുതിയ പോലെ ഇപ്പോൾ സുധ ഒരു സേഫായ കൈകളില്ല. ഇനി നിൻ്റെ എൻ്റെ ജീവിതത്തിനെ പറ്റി ആലോചിക്കാൻ ടൈമായെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അബി, അടുത്ത മാസം നമ്മുടെ കല്യാണം. അതൊരു കല്യാണം മാത്രമോ? നീ അതോടത്ത് ടെൻഷൻ അടിക്കണ്ട. പതുക്കെ നിനക്ക് എടുക്കാനുള്ള ടൈമൊക്കെ എടുത്ത് നീ പതുക്കെ മാറിയാൽ മതി. ഞാൻ കാത്തിരുന്നോളാം. രാധു, നീ എങ്ങനെയാ ഇത്ര സോഫ്റ്റായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന? എല്ലാം മനസ്സിലാക്കിയിട്ടും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ മറക്കാൻ ഒരുപാട് ടൈം എടുക്കും. ചിലർക്ക് പറ്റില്ല. ചിലർക്ക് ടൈം എടുത്താലേ അത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ടൈം എടുത്ത് വാ. എൻ്റെ പൊന്നു മാഷെ, ഞാൻ അമ്പലത്തിൽ മൊത്തം നിങ്ങളെ പറ്റി പ്രാർത്ഥിച്ച എങ്ങനെ നിങ്ങളെ വളച്ചെടുക്കുമെന്ന്. എന്നെ കൊണ്ട് പറ്റുമോ? സുധയെടുത്ത് വഴി ഇത് നടക്കില്ല. ഏട്ടൻ്റെ പേര് പറയുമ്പോൾ ചേച്ചി കരയാൻ തുടങ്ങും. പിന്നെ ഞാൻ തന്നെ നിങ്ങളെ വളച്ചെടുക്കും. നിങ്ങളെ എന്തായാലും ഞാൻ വെറുതെ വിടില്ല, അതുറപ്പാ. ഇത് റൂമല്ലേ? ഞാനെങ്ങനെയാ ഇവിടെ വന്ന് കിടന്നേ? ഏതായാലും നല്ല ഉറക്കമായിരുന്നു. ഇവളെണീറ്റോ? ഹായ്. ഡ്രസ്സിടാതെയാണ് ഇരിക്കുന്നത്. എൻ്റെ ഈശ്വര, ഞാനൊന്നും കണ്ടില്ലേ. ഇവക്കിതെന്ത് പറ്റി? അയ്യോ, ഡ്രസ്സ് ഇടാത്തതുകൊണ്ടാണോ? താൻ എണീറ്റോ? ആ, ഞാൻ എണീറ്റോ. അല്ല, രാമന് ഇപ്പം എങ്ങനെയുണ്ട്? പനി കുറവുണ്ടോ? പനിയോ? എനിക്കോ? നല്ല തണുത്ത വെള്ളത്തിൽ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ പനി മാറി. തണുത്ത വെള്ളത്തിൽ കുളിക്കാനോ? പനി സമയത്തോ? ഇയാളെന്താ പറയുന്നത്? അമ്പലത്തിൽ പോയവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛന് നമ്മളെ നല്ല സംശയമുണ്ട്. അവരുടെ മുന്നിൽ ഒരു സംശയത്തിനും ഇടവരാതെ വേണം താനും ഞാനും പെരുമാറാൻ. ഞാൻ പറയുന്നത് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെയുള്ള ആർക്കും സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. സോറി, അച്ഛന് സംശയം ഉണ്ടല്ലേ? ഞാൻ ഇനി തൊട്ട് ഇവിടെ ഉള്ളവരുടെ പെരുമാറുമ്പോൾ ശ്രദ്ധിച്ചോളാം. ശരി, താൻ വാ. ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ഫോട്ടോ എടുത്ത് തരാം. സാരില്ല റാം, ഞാൻ പോയി എടുത്ത് കഴിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളവർക്ക് സംശയം സാരമില്ല, ഞാൻ എടുത്തുതരാം. അവരുടെ സംശയമൊക്കെ ഏതാണ്ടൊക്കെ അങ്ങ് മാറുമല്ലോ.